ഇസ്രായേൽ അധിനിവേശത്തിന് എതിരായി UN ജനറൽ അസംബ്ലിയുടെ പ്രമേയം. ചരിത്രപരമായി ഫലസ്തീനെ പിന്തുണച്ചിരുന്ന ഇന്ത്യ വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നു. നമസ്കാരം. ഇസ്രായേലിനെതിരെ UN ജനറൽ അസംബ്ലി. ഫലസ്തീൻ പ്രദേശങ്ങളിലെ അനധികൃത അധിനിവേശം ഒരു വർഷത്തിനകം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന പ്രമേയമാണ് UN ജനറൽ അസംബ്ലി പാസാക്കിയത്. അതേസമയം പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഫലസ്തീനാണ് അവതരിപ്പിച്ചത്. 12 മാസത്തിനുള്ളിൽ അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തെ നിയമവിരുദ്ധമായ സാന്നിധ്യം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഫലസ്തീൻ തയ്യാറാക്കിയ നോൺ ബൈൻഡിംഗ് പ്രമേയമാണ് UN ജനറൽ അസംബ്ലി അംഗീകരിച്ചത്. 124 രാജ്യങ്ങളാണ് ഫലസ്തീനോടൊപ്പം നിന്നത്. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ 14 രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്തത്. നിലപാട് ഇത്തരത്തിൽ സ്വീകരിച്ചവയിൽ നിരവധി രാഷ്ട്രങ്ങളുമുണ്ട്. വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്ന 43 രാജ്യങ്ങളിലാണ് ഇന്ത്യ ഉൾപ്പെട്ടത്. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി, ഇറ്റലി, നേപ്പാൾ, യുക്രൈൻ, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾ വിട്ടുനിന്നവരിൽ ഉൾപ്പെടുന്നു. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ പല പ്രമേയങ്ങൾ UN പാസാക്കിയിരുന്നുവെങ്കിലും ഈ പുതിയ പ്രമേയം ശ്രദ്ധേയമാണ്. കാരണം UN-ലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും ഫലസ്തീനെ പിന്തുണച്ചിട്ടുണ്ട്. പൊതുസഭയുടെ ഭാഗമായി കരടു പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ അംഗീകാരം ലഭിച്ചതിനു ശേഷം ഫലസ്തീന്റെ ആദ്യ പ്രമേയമാണിത്. ജൂലൈയിൽ രാജ്യാന്തര നീതിന്യായ കോടതി പുറപ്പെടുവിച്ച സമാന വിധിയുടെ ചുവട് പിടിച്ചുള്ള പ്രമേയത്തിൽ കുടിയേറ്റം സ്ഥാപിച്ചയിടങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെടുന്നു. പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ന്യായപക്ഷത്ത് നിലകൊള്ളണമെന്ന് UN-ലെ ഫലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ അംഗരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. പ്രമേയം തള്ളിക്കളയണമെന്ന് ഇസ്രായേൽ അംബാസിഡർ ഡാനി ടാനൻ ആഹ്വാനം ചെയ്തപ്പോൾ എതിർത്ത് വോട്ട് ചെയ്യണമെന്ന് US-ന്റെ അംബാസിഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡും ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടത്തിലെ വഴിത്തിരിവാണെന്നാണ് വോട്ടെടുപ്പിന്റെ ഫലസ്തീൻ അംബാസിഡർ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇസ്രായേൽ അതിനെ നയതന്ത്ര ഭീകരത എന്ന് അപലപിച്ചു. അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമായി വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം, ഗാസ മുനമ്പ് എന്നിവ ഇസ്രായേൽ കൈവശപ്പെടുത്തുകയാണെന്ന UN പരമോന്നത കോടതിയുടെ ജൂലൈയിലെ ഉപദേശക സമിതിയുടെ അടിസ്ഥാനത്തിൽ വന്ന പ്രമേയത്തിന് നിയമസാധുത ഇല്ല എങ്കിലും ഇസ്രായേലിനെതിരായ 120-ലധികം വരുന്ന രാജ്യങ്ങളുടെ ഐക്യപ്പെടൽ കാരണം ഈ പ്രമേയം ശ്രദ്ധയാകർഷിക്കുന്നത് തന്നെ.